ഏറ്റവും ഒടുവിലായി ആ മാധ്യമ വിലക്ക് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ യഥേഷ്ടം വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതായത് കന്റോൺമെന്റ് ഹൌസിൽ അത്തരത്തിലുള്ള വിലക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മുൻകാലങ്ങളിൽ. അതായത് മാധ്യമങ്ങൾക്ക് കയറാം, ഒപ്പം തന്നെ അദ്ദേഹത്തെ കാണാൻ വരുന്നവർക്ക് കയറാം. അത്തരത്തിലുള്ള വിലക്കുകളോ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന്, അതായത് കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് പോലും കന്റോൺമെന്റ് ഹൌസിൽ മാധ്യമങ്ങൾ കയറിയതാണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ താൽക്കാലിക ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലുണ്ട്. രാവിലെ മാധ്യമങ്ങളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞു ചെന്നപ്പോഴാണ് അകത്തേക്ക് കയറ്റി വിടണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ഇക്കുറി വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞത്. നയപ്രഖ്യാപന ദിവസമായ ഇന്നത്തെ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല, അതുകൊണ്ട് മാധ്യമങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ്. അത് മാത്രമല്ല, മാധ്യമങ്ങളെ ഇന്ന് കാണില്ല ദിവസങ്ങളിലാണ് നമ്മൾ ആൾക്കാരോട് മിണ്ടാത്തത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ കമാന്തരക്ഷരം മിണ്ടരുത് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? മാധ്യമങ്ങളോട് എല്ലാ കാര്യവും മാധ്യമങ്ങളോടാണ് ആദ്യം ഞാൻ പറയുക എന്നല്ലേ ഹരി ഇതേ മുഖ്യമന്ത്രി നമ്മളുടെ മുഖ്യമന്ത്രിയെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? എന്നിട്ടിപ്പോ കന്റോൺമെന്റ് ഹൌസിലേക്ക് മാധ്യമങ്ങളെ കയറ്റുന്നില്ലേ? അതെ അരുൺ, അതാണ് മാധ്യമങ്ങളോട് എല്ലാം നിങ്ങളോട് ആദ്യം പറയും എന്നാണ് മുഖ്യമന്ത്രി ആയ ശേഷം തന്നെ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നില്ലല്ലോ, ഞാൻ നിങ്ങളുടെ എത്ര ചോദ്യങ്ങൾക്ക് ഇരുന്ന് തരുന്നുണ്ട് എന്ന് വി ഡി സതീശൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പക്ഷേ കൊച്ചി, ഡൽഹി, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം ഇങ്ങനെ 5 ഇടങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് മാധ്യമങ്ങൾ